ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കാറുണ്ടല്ലേ? തീർച്ചയായും. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അത് സാധാരണയാണ്. പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ ഒരു പേടി തോന്നാം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ചാണ്. വലിയ വിജയങ്ങളെന്ന് പറയുന്നത് അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അല്ല. മറിച്ച് നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ, ചിലപ്പോൾ നമുക്ക് അത്ര വലുതായി തോന്നാത്ത കാര്യങ്ങളിലൂടെയാണ് അതുണ്ടാകുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പഠിക്കണമെന്ന് കരുതുക. ഓക്കെ. തുടക്കത്തിൽ അതൊരു വലിയ മല പോലെ തോന്നും, ശരിയല്ലേ? ശരിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഓരോ പുതിയ വാക്ക് പഠിക്കുമ്പോ അല്ലെങ്കിൽ ചെറിയ സംഭാഷണങ്ങൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ മുന്നോട്ട് പോവുകയാണ്. കറക്റ്റ്. ഓരോ ചെറിയ ചുവടും പ്രധാനമാണ്. ഇന്ന് നമ്മൾ ഈ വിഷയമാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. എങ്ങനെ ഈ ചെറിയ ചുവടുകൾ വെച്ച് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന്. നല്ല വിഷയം. കാരണം മാറ്റം എല്ലാവർക്കും വേണം. പക്ഷെ തുടങ്ങാനാണ് പലരുടെയും മടി. എന്തുകൊണ്ടാണ് ആ മടി വരുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പരാജയപ്പെടുമോ എന്നൊരു പേടി, പിന്നെ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ശരി. പിന്നെ ചിലരുടെ മനസ്സിൽ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നലുണ്ടാവും, ഒരു നെഗറ്റീവ് ചിന്ത. ഒരു ചിന്ത വന്നാൽ പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലേ? അതെ. പിന്നെ വേറൊരു പ്രധാന കാര്യം, ആദ്യം ഒരു മൂഡ് വരട്ടെ, ഒരു ഇൻസ്പിറേഷൻ വരട്ടെ, എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആ കാത്തിരിപ്പ് അതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. വളരെ വലിയ തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും അതിനുള്ള ഒരു ഊർജം, ഒരു താല്പര്യം ഒക്കെ വരുന്നത്. ശരിയാണ്. അല്ലാതെ വെറുതെ ഇരുന്നാൽ മിക്കവാറും ആ പ്രചോദനം വരില്ല. ഇല്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. സംസാരിക്കാൻ ഒരു മടി ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ ഒന്നോ രണ്ടോ വാചകം പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ തെറ്റിയെന്നിരിക്കും, എന്നാലും ഒരു ധൈര്യം വരും. അതെ, ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റിയാൽ മതി. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതെന്ന് തിരിച്ചറിയുക. കൃത്യം. ആ തടസ്സങ്ങൾ, അത് പേടിയാണോ, മടിയാണോ, വ്യക്തതയില്ലായ്മയാണോ, എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ കാരണം അറിഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കാൻ നോക്കാമല്ലോ. അതെ, ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘട്ടം. ഓക്കെ, അപ്പോ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെയാണ് മാറ്റങ്ങൾ പ്രാവർത്തിക്കുക? അവിടെയാണ് ഈ ചെറിയ ദിവസേനയുള്ള പുരോഗതിയുടെ പ്രാധാന്യം വരുന്നത്. ഈ 1% നിയമം എന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചാണോ? അതെ, അത് തന്നെ. ദിവസവും വെറും 1% മെച്ചപ്പെടുക എന്ന ആശയം. ഒറ്റയടിക്ക് വലിയ ചാട്ടം ചാടാൻ നോക്കാതെ. അതെ, ചെറിയ സ്ഥിരമായ പുരോഗതി, അത് മതി. കേൾക്കുമ്പോൾ വളരെ ചെറുതായി തോന്നുമല്ലോ 1% എന്നത്. തോന്നും, പക്ഷേ അതിന്റെ കോമ്പൗണ്ടിംഗ് എഫക്റ്റ് വലുതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദിവസവും 1% വെച്ച് മെച്ചപ്പെട്ടാൽ 1 വർഷം കഴിയുമ്പോൾ ഏകദേശം 37 മടങ്ങ് പുരോഗതിയാണ് ഉണ്ടാവുന്നത്. 37 മടങ്ങ്, അത്ഭുതം തന്നെ. ഇതാണ് ശീലങ്ങളുടെ ശക്തി, ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നൊക്കെ പറയില്ലേ. ദിവസവും ഒരു 10 മിനിറ്റ് ഇംഗ്ലീഷ് വായിക്കുക, അല്ലെങ്കിൽ ഒരു 5 പുതിയ വാക്ക് പഠിക്കുക. ഇത് തുടക്കത്തിൽ നിസ്സാരമായി തോന്നാം. പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ. അതെ, മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഷയിലുള്ള കഴിവ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ സ്ഥിരതയാണ് പ്രധാനം. തീർച്ചയായും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ചിന്താഗതി, മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, അതിനെക്കുറിച്ച് പറയൂ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് മെച്ചപ്പെടാൻ കഴിയും എന്നൊരു വിശ്വാസം, നമ്മുടെ കഴിവിനെ വളർത്താൻ സാധിക്കും എന്ന് കരുതുന്നത്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റോ? അത് നേരെ തിരിച്ചാണ്. എന്റെ കഴിവ് ഇത്രയുള്ളൂ, എനിക്കിനി മാറാനൊന്നും പറ്റില്ല എന്നൊരു ചിന്ത. ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റും. നമ്മുടെ തലച്ചോറിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ സാധിക്കും. ഈ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതെന്താണ്? അത് നമ്മുടെ തലച്ചോറിൽ ഒരു ഭാഗമാണ്. നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുറ്റും കാണാൻ അത് നമ്മളെ സഹായിക്കും. ഓഹോ, അപ്പൊ നമ്മൾ അവസരങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവസരങ്ങൾ കാണാൻ തുടങ്ങുമെന്നാണോ? ഒരു പരിധിവരെ അതെ. അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ്, അതായത് എനിക്ക് സാധിക്കും, ഞാൻ ദിവസവും ഇംഗ്ലീഷിൽ മെച്ചപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നത് നല്ലതാണെന്ന് പറയുന്നത്. മനസ്സിൽ ലക്ഷ്യം കാണുന്നത്, വിഷ്വലൈസേഷൻ, അതും നല്ലതാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി ട്യൂൺ ചെയ്യാൻ സഹായിക്കും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതെ,
പിന്നെ പലരും മാറ്റം തുടങ്ങാൻ ഒരു ശരിയായ സമയം, ഒരു പെർഫെക്റ്റ് മൊമെന്റ് വരാൻ കാത്തിരിക്കും. കാത്തിരിപ്പ് അത് മിക്കവാറും വെറുതെ ആവും. കാരണം നമ്മൾ ഒരിക്കലും 100% റെഡിയാണെന്ന് നമുക്ക് തോന്നില്ല. ശരിയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു പേടിയോ സംശയവും കാണും. ഇപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യം തന്നെ എടുക്കാം. തെറ്റു പറ്റുമോ എന്ന പേടി എല്ലാവർക്കും കാണും തുടക്കത്തില്. ഉണ്ടാവും. പക്ഷെ സംസാരിച്ചു തുടങ്ങാതെ ആ പേടി മാറില്ല, ഭാഷ മെച്ചപ്പെടുകയുമില്ല. അപ്പോ തുടങ്ങുക എന്നതാണ് പ്രധാനം. അതെ, ഇവിടെയാണ് ഡൺ ഇസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് എന്ന ആശയം വരുന്നത്. പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള അറിവ് വെച്ച് തുടങ്ങുന്നതാണ്. തെറ്റുകളോടെയാണെങ്കിലും മുന്നോട്ടു പോവുക. അതെ, ഒരു ആക്ഷൻ എടുക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് അപൂർണമായ ഒരു പ്രവർത്തനം പോലും. അപ്പോ ഇന്ന് തന്നെ തുടങ്ങാവുന്ന ഒരു ചെറിയ കാര്യം കണ്ടെത്തണം. തീർച്ചയായും. ഒരു പേജ് വായിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് പഠിക്കുക, അതുപോലെ എന്തെങ്കിലും. ജസ്റ്റ് സ്റ്റാർട്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ, അതും പ്രധാനമല്ലേ? നമ്മൾ ഇടപഴകുന്ന ആളുകൾ, സാഹചര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന് പറയാറില്ലേ? കേട്ടിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും. അപ്പൊ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവായ ആളുകളുമായിട്ട് കൂട്ടുകൂടണം. അതെ, അതുപോലെ ലക്ഷ്യബോധമുള്ളവരുടെ കൂട്ടായ്മകളിൽ ചേരുന്നത് നല്ലതാണ്. ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരുടെ ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാവും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചേരുന്നത് പ്രചോദനം നൽകും. അതുപോലെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവായ സ്വാധീനങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കാനും ശ്രമിക്കണം. ശരിയാണ്. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതെ, അത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം നമുക്ക് തന്നെയുണ്ട്. ശരിയാണ്. ചെറിയ ചെറിയ ചുവടുവയ്പ്പുകൾ, ശരിയായ ഒരു മാനസികാവസ്ഥ, പിന്നെ നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു ചുറ്റുപാട്, ഇവയെല്ലാം ഒത്തുചേർന്നാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം ഓർക്കണം. എന്താണ്? ഈ പുരോഗതി എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു യാത്രയാണ്. സ്ഥിരതയോടെ മുന്നോട്ടു പോകണം. അതൊരു മാരത്തണോട്ടം പോലെയാണ്, സ്പ്രിന്റ് അല്ല. അതെ, കറക്റ്റ്. എടുക്കുന്ന ഓരോ ചെറിയ ചുവടും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ? ചിലപ്പോ അത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ആ ലക്ഷ്യത്തിലേക്കെത്താൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്താണ്? ഒരു ചെറിയ സ്റ്റെപ്പ്. അതെ, നാളേക്കോ അടുത്ത ആഴ്ചയിലേക്കോ മാറ്റിവെക്കാതെ ആ ഒരൊറ്റ ചെറിയ കാര്യം ഇന്ന് തന്നെ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കാം.